പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 5 വെള്ളി. പ്രധാന വാർത്തകൾ. ട്രാഫിക് പിഴകൾ അടയ്ക്കാൻ കഴിയാത്തവർക്ക് സൗദിയിൽ പ്രഖ്യാപിച്ച 50% ആനുകൂല്യത്തിൽ ഏതാനും പിഴകളെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ട്രാഫിക് വിഭാഗം വക്താവ് ട്രാഫിക് മൻസൂർ അൽ-ഷുക്ര അറിയിച്ചു. പൊതുസുരക്ഷയെ ബാധിക്കുന്ന 4 തരം ട്രാഫിക് പിഴകളാണ് ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കിയത്. റോഡുകളിൽ വാഹനാഭ്യാസം നടത്തൽ, മയക്കുമരുന്ന് അടക്കമുള്ള നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കൽ, മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗപരിധി നിശ്ചയിച്ച റോഡിൽ 50 കിലോമീറ്ററിനപ്പുറം അധിക വേഗതയിൽ വാഹനം ഓടിക്കൽ, 140 കിലോമീറ്റർ നിശ്ചയിച്ച റോഡിൽ 30 കിലോമീറ്റർ അധിക വേഗതയിൽ വാഹനം ഓടിക്കൽ എന്നിവ ആനുകൂല്യ പരിധിയിൽ വരില്ല, കേണൽ പറഞ്ഞു. കുവൈത്ത് സിറ്റിയിൽ ദേശീയ അസംബ്ലിയുടെ 18ാം നിയമസഭാ കാലയളവിലേക്കുള്ള വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയായി. തിരഞ്ഞെടുപ്പ് ഫലം വെള്ളിയാഴ്ച പുറത്തുവരും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് അർദ്ധരാത്രി വരെ തുടർന്നു. റംദാനും ചൂടും കാരണം പകൽ പൊതുവെ മന്ദഗതിയിലായിരുന്നു വോട്ടെടുപ്പ്. വൈകിട്ടും രാത്രിയുമായാണ് നിരവധി പേർ വോട്ട് ചെയ്യാൻ സമയം കണ്ടെത്തിയത്. റംദാനായതിനാൽ പോളിംഗ് ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. രാജ്യചരിത്രത്തിൽ ഇത് 2ാം തവണയാണ് റംദാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2000 ഡിസംബറിലാണ് നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ബ്ലെൻഹെയിം കൊട്ടാരത്തിൽ പ്രദർശനത്തിന് വെച്ച സ്വർണ്ണ ക്ലോസറ്റ് മോഷ്ടിച്ച സംഭവത്തിൽ വർഷങ്ങൾക്ക് ശേഷം കുറ്റം സമ്മതിച്ച് പ്രതി. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ ബാല്യകാല വസതിയാണ് ബ്ലെൻഹെയിം കൊട്ടാരം. ചില്ലറ വിലയുള്ള ക്ലോസറ്റൊന്നുമല്ല 2019 ഇവിടെ നിന്നും മോഷണം പോയത്. 50 കോടിക്ക് മുകളിൽ വില വരുന്ന സ്വർണ്ണ ക്ലോസറ്റാണ്. നവജാത ശിശുവിനെ ഷാർജയിലെ പള്ളിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അൽ മജാസ് ഫസ്റ്റിലെ പള്ളിയിൽ സ്ത്രീകൾ നമസ്കരിക്കുന്ന ഭാഗത്താണ് സുരക്ഷാ ജീവനക്കാരൻ കുട്ടിയെ കണ്ടെത്തിയതെന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബുധനാഴ്ചയാണ് സംഭവം. സുരക്ഷാ ജീവനക്കാരൻ നമസ്കരിക്കാനായി പോകുമ്പോൾ സ്ത്രീകൾ നമസ്കരിക്കുന്ന ഭാഗത്ത് നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയായിരുന്നു. കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കി ജർമ്മനി. ജർമ്മനിയിൽ ഇനി പ്രായപൂർത്തിയായവർക്ക് വ്യക്തിഗത ഉപയോഗത്തിനായി പൊതുസ്ഥലത്ത് 25 ഗ്രാം കഞ്ചാവ് വരെ കൈവശം വയ്ക്കാൻ സാധിക്കും. കൂടാതെ 50 ഗ്രാം വരെ വീട്ടിൽ സൂക്ഷിക്കാനുമാകും. നിയമം നടപ്പിലായതോടെ പ്രായപൂർത്തിയായവർക്ക് വ്യക്തിഗത ഉപയോഗത്തിനായി വീട്ടിൽ 3 കഞ്ചാവ് ചെടികൾ വരെ വളർത്താം. കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കാനുള്ള ബില്ലിന് ജർമ്മൻ പാർലമെന്റ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അംഗീകാരം നൽകിയത്. നിയമം നടപ്പാക്കുന്നതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാനായി ബെർലിനിലെ ബ്രാൻഡൻബുർഗ് ഗേറ്റിൽ അർദ്ധരാത്രി ആളുകൾ തടിച്ചുകൂടി. ആഘോഷങ്ങളുടെ ഭാഗമായി സ്മോക്കിൻ പരിപാടികളും സംഘടിപ്പിച്ചു. ഈദുൽ ഫിത്തർ സൗദി അറേബ്യയിൽ ആഘോഷിക്കൂ എന്ന ക്യാമ്പയിനുമായി സൗദി ടൂറിസം അതോറിറ്റി. സന്ദർശകർക്കും ടൂറിസ്റ്റുകൾക്കും സൗദിയിലെ പ്രവാസികൾക്കും സൗദി പൗരന്മാർക്കും പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റിയ ഇടം സൗദി അറേബ്യയാണെന്നും രാജ്യത്തെ 13 പ്രവിശ്യകളിലും നടക്കുന്ന വൈവിധ്യമാർന്ന കരിമരുന്ന് പ്രയോഗങ്ങളും കലാപരിപാടികളും ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ ആസ്വദിക്കാമെന്നും വ്യക്തമാക്കി. സൗദിയുടെ ആഘോഷ തനിമ ഉയർത്തിക്കാട്ടുന്ന വീഡിയോയും സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിയാദ്, ജിദ്ദ, ദമാം, അസീർ അടക്കമുള്ള പ്രദേശങ്ങളിൽ 120 പ്രോഗ്രാമുകളാണ് ഇത്തവണ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ലുലു ഗ്രൂപ്പിൽ നിന്നും 1.5 കോടിയോളം രൂപ അപഹരിച്ചു മുങ്ങിയ മലയാളിയെ അബുദാബി പോലീസ് പിടികൂടി. കണ്ണൂർ സ്വദേശി മുഹമ്മദ് നിയാസ് ആണ് പിടിയിലായത്. അബുദാബി ഗാലിദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ക്യാഷ് ഓഫീസ് ഇൻചാർജായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. ലുലു ഗ്രൂപ്പ് അബുദാബി പോലീസ് നൽകിയ പരാതിയിലാണ് നടപടി. ഇതോടുകൂടി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.